ഇന്നത്തെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 4:16 വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് നാം കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് നാം വളരെയധികം സ്വാതന്ത്ര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്നർത്ഥമുള്ള വാക്കാണ് ധൈര്യത്തോടെ എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാം സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലണം. കർത്താവായ യേശുക്രിസ്തുവിനോട് സംസാരിക്കുവാനും ഇടപെടുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പലരും ചിന്തിക്കുന്നത് അങ്ങനെ നേരിട്ട് ചെല്ലുവാൻ സാധ്യമല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായി ദൈവത്തോട് അടുക്കുവാൻ സാധിക്കില്ല എന്നാണ്. അത് തെറ്റാണ്. പ്രിയമുള്ളവരെ, നാം നേരിട്ട് ചെന്നേ മതിയാകും. മറ്റാർക്കും നമുക്ക് പകരം കർത്താവിൻ്റെ അടുക്കൽ പോയി നമ്മുടെ കാര്യം അറിയിക്കുവാൻ സാധ്യമല്ല, അതിന് കഴിയുകയുമില്ല. നാം നമ്മുടെ വിഷയങ്ങൾ നേരിട്ട് ദൈവസന്നിധിയിൽ പറയുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഒരു ഭവനത്തിൽ 2 കുട്ടികൾ ഉണ്ടെന്നിരിക്കട്ടെ. ഇളയ കുട്ടി തനിക്ക് പറയാനുള്ള സകല കാര്യങ്ങളും പിതാവിനോട് പറയുന്നത് മൂത്ത കുട്ടിയിൽ കൂടെ ആകുന്നുവെങ്കിൽ ഇളയ കുട്ടിയോട് പിതാവിനുള്ള മനോഭാവം എന്തായിരിക്കും? തീർച്ചയായിട്ടും തൻ്റെ സ്വന്തം പിതാവിനോട് ആ മകനും നേരിട്ട് വന്ന് പറയണമെന്നായിരിക്കും ആ പിതാവിൻ്റെ ആഗ്രഹം. ഇവിടെയും അതേ അർത്ഥത്തിലാണ് പറയുന്നത്. കർത്താവ് നമ്മെ മനസ്സിലാക്കുന്നു. അവിടുന്ന് നമ്മുടെ ബലഹീനതകളെ അറിയുന്നു. നമ്മുടെ താഴ്ചകളെയും നമ്മുടെ വീഴ്ചകളെയും നമ്മുടെ പരാജയങ്ങളെയും നാം കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളെയും നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം. എന്താണ് ആ കർത്താവ് ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ വിഷയങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ജീവിതാവസ്ഥകൾ, എൻ്റെ ജീവിത അനുഭവങ്ങൾ, ഞാൻ നേരിടുന്ന എല്ലാ വിഷയങ്ങളും നേരിട്ട് അവനോട് പറയേണ്ടതാണ് ആവശ്യം. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സ്വതന്ത്രമായി ദൈവത്തോട് ഇടപെടുവാൻ കഴിയും. കാരണം നമ്മുടെ ദൈവം നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്നു. നമ്മുടെ കർത്താവ് മനസ്സലിവിന്റെ ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. ഇവിടെ എബ്രായ ലേഖനം 4:16 കരുണയെക്കുറിച്ചും കൃപയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. കരുണയ്ക്കും കൃപയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. കരുണ നാം ചെയ്തു കഴിഞ്ഞ പ്രവൃത്തികളോടുള്ള ബന്ധത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കരുണ നാം ചെയ്തു കഴിഞ്ഞ പ്രവൃത്തികളോടുള്ള ബന്ധത്തിലുള്ള ഒന്നാണ്. എന്നാൽ കൃപ ചെയ്യുവാനിരിക്കുന്ന പ്രവൃത്തികളോടുള്ള ബന്ധത്തിലുള്ളതാണ്. നാം ചെയ്തു പോയ പാപങ്ങളെ സംബന്ധിച്ച് നമുക്ക് കരുണ ലഭിച്ചേ മതിയാകും. എന്നാൽ നാം ചെയ്യുവാനിരിക്കുന്ന പാപങ്ങളുടെ മേൽ ജയം നേടുവാൻ നമുക്ക് കൃപ ലഭിക്കണം. പഴയ ഉടമ്പടിയിൽ അവർക്ക് കരുണ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. കൃപ പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. യോഹന്നാൻ സുവിശേഷം 1:17 യേശുവിന് കരുണ ആവശ്യമായിരുന്നില്ല, കാരണം താൻ പാപം ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് കരുണയും കൃപയും രണ്ടും ആവശ്യമായിരിക്കുന്നു. ഇവിടെ എബ്രായ ലേഖനം 4:14 പറയുന്ന തത്സമയം അഥവാ സഹായം ആവശ്യമുള്ള അവസരം ഏതാണ്? അത് നാം പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ഒരു പർവ്വതം കയറുമ്പോൾ കാൽ വഴുതി ഒരു പാറക്കെട്ടിൽ കഷ്ടിച്ച് പിടുത്തം കിട്ടി അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെന്ന് കരുതുക. അധിക സമയം അങ്ങനെ കിടക്കുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ കൈകൾ കുഴയുകയും വിരലുകൾ തളരുകയും നാം പിടിപെട്ട് താഴേക്ക് പാറക്കെട്ടിലേക്ക് തന്നെ വീഴുകയും വലിയ പരിക്കുകൾ നമുക്കുണ്ടാകുകയും മുറിവുകൾ ഉണ്ടാകുകയും അസ്ഥികൾ പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യുന്നു. ഇപ്രകാരം നാം വീണുവെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നാം സഹായത്തിനായി നിലവിളിക്കുന്നു. പെട്ടെന്ന് ഒരു ആംബുലൻസ് വേഗത്തിൽ പാഞ്ഞു വന്ന് നമ്മെ ആശുപത്രിയിൽ എത്തിക്കുകയും ആവശ്യമായിരിക്കുന്ന വൈദ്യസഹായം നമുക്ക് ചെയ്യുകയും പൊട്ടിപ്പോയ അസ്ഥികൾ കൂട്ടിച്ചേർക്കുകയും മുറിവുകളെ കെട്ടുകയും തൽഫലമായി നാം വേഗത്തിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിനെയാണ് നാം കരുണ എന്ന് വിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ വീഴുന്നതിന് മുമ്പ് തന്നെ നിലവിളിക്കുകയും മുകളിൽ നിൽക്കുന്നയാൾ നിങ്ങളെ വീണ്ടും മുകളിലേക്ക് കയറുവാൻ സഹായിക്കുകയും നിങ്ങൾ അപ്രകാരം പാറയുടെ മുകളിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്യുമ്പോൾ വളരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും താഴെ ഉള്ള അഗാധമായ ഗർത്തത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ സഹായത്തിനായി പിടിച്ചെഴുന്നേൽപ്പിച്ച വ്യക്തി ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച് സുരക്ഷിതമായ സ്ഥാനത്ത് നിങ്ങളെ ആക്കുമ്പോൾ അതിനെ നാം കൃപ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് യഥാർത്ഥമായും സഹായം ആവശ്യമുള്ളത് വീഴുന്നതിന് മുമ്പാണ്. വീണ ശേഷം നിലവിളിക്കുന്നത് രണ്ടാമത് പരിഗണിക്കേണ്ട വിഷയങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ പരിഗണന നൽകേണ്ട വിഷയം വീഴുന്നതിന് മുമ്പുള്ള സഹായാഭ്യർത്ഥന തന്നെയാണ്. പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ്. നാം അതിനെ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ സഹായി എന്ന് വിളിക്കുന്നു. വീഴുന്നതിന് മുമ്പേ കാൽ വഴുതുമ്പോൾ തന്നെ സഹായിക്കുവാൻ അവിടത്തേക്ക് കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് വിജയകരമായ വിശ്വാസ ജീവിതം? എപ്രകാരം വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വിജയപ്രദമായ ആത്മീയ അനുഭവങ്ങളിൽ തുടരുവാൻ കഴിയും? അത് നാം പഠന വിഷയമാക്കേണ്ടതാണ്. അധികം ക്രിസ്ത്യാനികളും പാപത്തിൽ വീണ ശേഷം ദൈവത്തോട് കരുണയ്ക്കായി നിലവിളിക്കുന്നു. അവർ വീണുപോയതിനു ശേഷം ദൈവത്തോട് തന്നെ ക്ഷമയ്ക്കായി
യാചിക്കുന്നു. നാം മുമ്പേ ചിന്തിച്ച പോലെ അവർ വീണ്ടും പർവ്വതത്തിൽ കയറുവാൻ ആരംഭിക്കുന്നു. വീണ്ടും കാൽ വഴുതുകയും താഴെ വീഴുകയും ചെയ്യുന്നു. തുടർന്ന് രക്ഷപ്പെടുവാനായി നിലവിളിക്കുന്നു. ആംബുലൻസ് വന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. വീണ്ടും കുറെ കഴിഞ്ഞ് ഉയരങ്ങളെ കയറുവാൻ പരിശ്രമം നടത്തുന്നു. താഴെ വീഴുന്നു, നിലവിളിക്കുന്നു, രക്ഷപ്പെടുന്നു. ഇപ്രകാരമുള്ള ഒരു ജീവിതമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ നിമിഷവും നാം ദൈവികതം വിട്ട് ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്ന് വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറി സ്വന്തം താല്പര്യങ്ങളിലും സ്വയത്തിന്റെ ആഗ്രഹങ്ങളിലും നാം വഴുതി വീഴുവാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവേ, എന്നെ രക്ഷിക്കണമേ, സഹായിക്കണമേ എന്ന് നിങ്ങൾ നിലവിളിച്ചാൽ നിശ്ചയമായും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ വീഴാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. അതിപ്രകാരം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പെട്ടെന്നുണ്ടാവുന്ന കോപമാകട്ടെ, മോഹങ്ങളാകട്ടെ, മറ്റെന്തെങ്കിലും ആസക്തികളാകട്ടെ, നാം വീണുപോകാൻ കഴിയുന്ന ഏത് സാഹചര്യമാകട്ടെ, ജഡാഭിലാഷമോ ജീവനത്തിന് പ്രതാപമോ കൺമോഹമോ അപ്രകാരമുള്ള എന്ത് ലൗകികമായ പരീക്ഷകൾ നമുക്കെതിരെ വന്നാലും അവിടെ തൽസമയത്ത് സഹായിക്കുന്ന ഒരു കൃപ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. നിശ്ചയമായും ദൈവകൃപ നമ്മളെ താങ്ങി നിർത്തും. റോമാലേഖനം 6:14 പറയുന്നു, നിങ്ങൾ കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ഞാൻ പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരിക്കൽ നിങ്ങൾ സാഹചര്യങ്ങളെയോ സമ്മർദ്ദങ്ങളെയോ ഉണ്ടായ നിർബന്ധത്തെയോ പഴിചാരരുത്. അപ്പോഴും രക്ഷപ്പെടുവാനുള്ള ഒരു സാധ്യത ഞങ്ങളുടെ മുമ്പിൽ കാണും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ജോസഫിന്റെ ചരിത്രം പലത് നാം കാണുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് പൊത്തിഫറിന്റെ ഭവനം. ഈ ഭവനത്തിൽ തനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടെ പല കാര്യങ്ങളും വിശ്വസ്തയോടെ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ഒന്നിനും ഒരു കുറവുമില്ലാത്ത ഒരു സാഹചര്യം, സകലവും ജോസഫിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു വീട്. പക്ഷെ ഒരു ദിവസം ഇതുവരെയും ഇല്ലാത്ത ഒരു പരീക്ഷണം തനിക്ക് നേരിട്ടു. പൊത്തിഫറിന്റെ ഭാര്യ തന്നോട് ആവർത്തിച്ച് നിർബന്ധപൂർവം ഇടപെട്ടിട്ടും ആ സാഹചര്യത്തിൽ ഒരു പാപം ചെയ്യുവാൻ താൻ സമ്മതിച്ചില്ല. ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം പ്രകാരമാണ്, ഈ വീട്ടിൽ നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന ആരും ഇവിടെ ഇല്ല. ഇപ്പോൾ സാഹചര്യമെല്ലാം നമുക്ക് അനുകൂലമാണ്. പക്ഷേ അപ്പോഴും ജോസഫ് ചുറ്റുപാട് നോക്കുന്നത് ഇറങ്ങി ഓടുവാൻ ഏതെങ്കിലും വാതിലുകൾ തുറന്നു കിടപ്പേണ്ടതാണ്. അപ്രകാരം ഒരു പുറപ്പാടിനു വേണ്ടി വീട് വിട്ട് ഓടിപ്പോകുവാൻ, ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ തനിക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നിട്ടിരുന്നു. ജോസഫ് പറഞ്ഞ മറുപടി, നിങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാണെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ട്. നമ്മെ കാണുന്ന ആരും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ എന്നെ കാണുന്ന 2 കണ്ണ് സ്വർഗത്തിലുണ്ട്. അത് അപ്പന്റെ ഭവനത്തിലാണെങ്കിലും, പൊട്ടക്കിണറിലാണെങ്കിലും, പൊത്തുപ്പന്റെ വീട്ടിലാണെങ്കിലും, കാരാഗ്രഹത്തിലാണെങ്കിലും, കൊട്ടാരത്തിലാണെങ്കിലും എന്നെ കാണുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, സാഹചര്യം കൊണ്ട് ശക്തി നിങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനോട് അരുതെന്ന് പറയുവാൻ, നോന്ന് പറയുവാൻ, ഇല്ല എന്ന് പറയുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്നത് കൃപയാണ്. കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ആ കൃപ തൽസമയത്ത് പ്രാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലേക്ക് ഓടിയെടുത്തു വരിക. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ജീവിക്കുന്നു.